Hello, this is Kangaroo, the world of mother and child. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗർഭകാലത്തിലെ ആദ്യത്തെ 3 മാസത്തെ എന്തെല്ലാം നമ്മൾ കെയർ എടുക്കണം എന്നുള്ള കാര്യങ്ങളാണ്. പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസം നമ്മൾ പ്രത്യേകം കെയർ എടുക്കേണ്ടതാണ്. ആദ്യത്തെ 6 to 12 ആഴ്ചയിലാണ് കുട്ടിയുടെ ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ആകുന്നത്. അതേസമയങ്ങളിൽ ഈ സമയത്ത് ഒരു സ്കാൻ ഉണ്ടാകുന്നതാണ്. ആ സ്കാനിലൂടെയാണ് നമ്മൾക്ക് കുട്ടി യൂട്രസിലാണോ അതോ യൂട്രസിന് പുറത്താണോ ഡെവലപ്പ് ആകുന്നതെന്ന് മനസ്സിലാകുന്നത്. അതായത് എക്ടോപിക് പ്രഗ്നൻസി. അതുപോലെ തന്നെ 6ാമത്തെ ആഴ്ചയ്ക്ക് ശേഷമാണ് ഫസ്റ്റ് പ്രഗ്നൻസി സ്കാൻ ചെയ്യുന്നത്. ഇതിൽ നമ്മൾക്ക് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രഗ്നൻസി കൺഫേം ആകുന്നതിലൂടെ നമ്മൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ എടുത്തു തുടങ്ങാവുന്നതാണ്. പ്രധാനമായും ഫോളിക് ആസിഡാണ് നൽകുന്നത്. ചിലരിൽ അപസ്മാരം അതുപോലെ തന്നെ പ്രഷറിനെല്ലാമുള്ള ഗുളികകൾ കഴിക്കുന്നുണ്ടാകാം. അതെല്ലാം ഈ സമയം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം. അതുപോലെ മിക്ക സ്ത്രീകളിലും കാണപ്പെടുന്ന ഒന്നാണ് ക്ഷീണം, തളർച്ച, നോസിയ, വോമിറ്റിംഗ് ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഈ സമയങ്ങളിൽ ഉണ്ടാകും. എന്നാൽ ചില സ്ത്രീകളിൽ 9 മാസം വരെ ഛർദിൽ പോലെയുള്ളവ ഉണ്ടാകുന്നതാണ്. ചില സ്ത്രീകൾക്ക് ബെഡ് റെസ്റ്റും പറയുന്നതാണ്. മറ്റ് സ്ത്രീകളിൽ കാണുന്ന ഒന്നാണ് നെഞ്ചെരിച്ചിൽ, അതേപോലെ കോൺസ്റ്റിപ്പേഷനും. ഇതും ഒരു ഭാഗമാണ്. ഇതിനായി ഡോക്ടേഴ്സ് ചിലവർക്ക് കോൺസ്റ്റിപ്പേഷൻ്റെയും അതേപോലെ തന്നെ നെഞ്ചെരിച്ചിലും വൊമിറ്റിങ്ങിനുമുള്ള മരുന്നുകളെല്ലാം നൽകുന്നതാണ്. ചില സ്ത്രീകളിൽ ആദ്യത്തെ 3 മാസങ്ങളിൽ, അതായത് പ്രധാനമായിട്ടും ആദ്യത്തെ മാസത്തിൽ ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അവർക്ക് IV ഫ്ലൂയിഡ് പോലെയുള്ളവ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതാണ്. അതിലൂടെ കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതും ആണ്. അതുപോലെ നെക്സ്റ്റ് എന്തെല്ലാം നമ്മൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ലാത്തതുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. പ്രധാനമായും ഈ സമയങ്ങളിൽ റെസ്റ്റ് എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ആദ്യത്തെ 3 മാസം ഞാൻ പറഞ്ഞല്ലോ, ഓർഗൻസ് എല്ലാം പ്രോപ്പറായിട്ട് വളരുന്നൊരു സമയം കൂടെയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും നോക്കാം. നടക്കാൻ നമ്മൾക്ക് ചെറിയ തോതിൽ നടക്കാവുന്നതാണ്. അതേപോലെ തന്നെ സ്റ്റെയർ കയറുന്നത് അത് പാടെ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. ചില സ്ത്രീകളിൽ അമിതമായ പ്രഷർ അടിവയറിൽ തട്ടുന്നതിലൂടെ ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ സ്കാൻ ചെയ്യേണ്ടത് എപ്പോഴാണ് എന്ന് ചില ആൾക്കാരിൽ സംശയങ്ങളുണ്ട്. അത് തീർച്ചയായും നിങ്ങൾക്ക് വയറുവേദനയൊന്നുമില്ല, നിങ്ങളൊരു പ്രഗ്നൻസിക്ക് കാത്തിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 to 7 ആഴ്ചയിൽ നിങ്ങൾക്ക് സ്കാനിങ് ചെയ്യാവുന്നതാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്, അതായത് ബ്ലീഡിങ് ഒന്നുമില്ല, അടിവയറ് വേദന ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടറെ നിങ്ങൾക്കൊരു 6 ആഴ്ചയോ 7 ആഴ്ചയോ കഴിഞ്ഞ് സമീപിക്കും. അപ്പോഴാണ് പൂർണ്ണമായും ബേബിയുടെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നത്. ബേബി ഒന്നാണോ അല്ലെങ്കിൽ ട്വിങ്സ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ഫസ്റ്റ് സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. എന്നാൽ ചിലരിൽ വയറുവേദന, അതേപോലെ ബ്ലീഡിങ്, എന്തെങ്കിലും നേരത്തെയുള്ള പ്രഗ്നൻസിയിൽ ട്യൂബൽ പ്രഗ്നൻസി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഏർലി സ്കാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്. പല സ്ത്രീകളിലും ഈ സമയം പല രീതിയിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. ഹോർമോണൽ ഇംബാലൻസ് കാരണം അവർക്ക് ഫുഡ് കാര്യങ്ങളൊന്നും കഴിക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യേണ്ട ചില ഇനം ഫ്രൂട്ട്സുകളെ പറ്റിയാണ് പറയുന്നത്. പ്രധാനമായും ബനാന. ഇത് ഫൈബർ റിച്ച് അടങ്ങിയതാണ്. നിങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ, ഛർദിൽ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ആക്കുന്നുണ്ട്. ഇനിയുള്ളത് അവക്കാഡോയും ഓറഞ്ചുമാണ്. അവക്കാഡോയും ഓറഞ്ചും വളരെ നല്ലതാണ്. ഫോളിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച്. ഓക്കെ, ഇതെല്ലാം കഴിച്ച് നോക്കുക. അതേപോലെ ഈ ജേർണി ഹാപ്പി ആയിട്ടിരിക്കുക.